നാടകീയമായ നീക്കങ്ങൾക്കൊടുവിൽ പി വി അൻവർ MLA നിലമ്പൂരിൽ നിന്നുള്ള MLA സ്ഥാനം രാജിവെച്ചു. നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. UDF-നെ പിന്തുണയ്ക്കാനാണ് അദ്ദേഹത്തിൻ്റെ തീരുമാനം. എന്നാൽ അദ്ദേഹം സ്ഥാനാർത്ഥിയെ കൂടി ഇന്ന് കയറി പ്രഖ്യാപിച്ചു കളഞ്ഞു. VS ജോയിയെ UDF സ്ഥാനാർത്ഥിയാക്കണമെന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. നിലമ്പൂരിലെ DCC പ്രസിഡന്റാണ് VS ജോയി. എന്നാലും അദ്ദേഹത്തെ VS ജോയിയെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാക്കണമെന്ന് പറഞ്ഞതോടെ ആര്യാടൻ ഷൗക്കത്ത് രംഗത്ത് വന്നു. എന്നാൽ ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്തിന് വേണ്ടി ആയാലും UDF-ൽ തന്നെ സപ്പോർട്ട് ചെയ്യും എന്ന രീതിയിൽ വന്നു. എന്നാൽ PV അൻവർ ഇനി ഒരു ചലനവും ഉണ്ടാക്കാൻ സാധ്യതയില്ല എന്നാണ് CPM-ന്റെ പ്രതികരണം. നിയമസഭാ മന്ദിരത്തിൽ നേരിട്ടെത്തിയാണ് സ്പീക്കർ AN ഷംസീറിന് PV അൻവർ രാജിക്കത്ത് കൈമാറിയത്. തൃണമൂൽ കോൺഗ്രസ് പ്രവേശനത്തിന് മുന്നോടിയായി മമതാ ബാനർജിയുടെ നിർദ്ദേശപ്രകാരമാണ് രാജിയെന്ന് PV അൻവർ. ഉപതെരഞ്ഞെടുപ്പ് നടന്നാൽ നിലമ്പൂരിൽ മത്സരിക്കില്ലെന്ന് വ്യക്തമാക്കിയ അൻവർ UDF-ന് നിരുപാധിക പിന്തുണ പ്രഖ്യാപിച്ചു. മലയോര ജനതയുടെ പ്രതിനിധിയായി VS ജോയിയെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് UDF-നോട് അൻവർ. ആര്യാടൻ ഷൗക്കത്തിന് പരിഹാസം. ആര്യാടൻ്റെ മകനാ മുരളിപ്പം സിനിമയ്ക്ക് എടുത്ത് നടക്കുന്നത് കേട്ടത്. എനിക്ക് പുള്ളിയെ ഒരു സാംസ്കാരിക സിനിമാ നായകനൊക്കെ ആയിട്ട് എനിക്ക് പരിചയമുള്ളൂ. ആളുകൾക്ക് തന്നെ അറിയാമെന്നായിരുന്നു പരിഹാസത്തിന് ആര്യാടൻ ഷൗക്കത്തിന്റെ മറുപടി. CPIM-നും സർക്കാരിനുമെതിരെ PV അൻവർ ഉയർത്തിയ നിലപാടുകളോട് യോജിക്കുന്നെന്ന് UDF നേതാക്കൾ പ്രതികരിച്ചു. എന്നാൽ നിലമ്പൂരിലെ സ്ഥാനാർത്ഥിയെ കോൺഗ്രസും മുന്നണിയും തീരുമാനിച്ചോളാമെന്ന് മറുപടി. അല്ല, അവിടെ എന്തായാലും ഉപതെരഞ്ഞെടുപ്പ് വരുമല്ലോ, അത് കോൺഗ്രസ് തീരുമാനിച്ചോളാം അവിടെ ആരാ സ്ഥാനാർത്ഥിയെന്ന്. കാരണം കോൺഗ്രസിന്റെ സീറ്റാണ്. PV അൻവറിന് മുന്നിൽ വാതിൽ അടച്ചിട്ടുമില്ല, ഇപ്പോൾ തുറന്നിട്ടുമില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അതേസമയം PV അൻവറിനെ അവഗണിക്കുമെന്ന സൂചനയാണ് CPIM നേതാക്കളുടെ പ്രതികരണങ്ങളിൽ വ്യക്തമായത്. അൻവറിന്റെ കാര്യം ഞങ്ങൾ പണ്ടേ വിട്ടതാണ്. ഒന്നുമില്ല. ഒരു പ്രശ്നവും ഞങ്ങൾ അതിന്റെ ഭാഗമായിട്ട് ചർച്ച ചെയ്യാൻ പോകുന്നു. രാജിക്ക് പിന്നാലെ PV അൻവറിനെ തൃണമൂൽ കോൺഗ്രസ് കേരള കൺവീനറായി മമതാ ബാനർജി നിയമിച്ചു. 24 തിരുവനന്തപുരം.